നമസ്കാരം. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തരത്തിലൊരു കാഴ്ച കൂടെ കാണാൻ കഴിഞ്ഞു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPIM ഇടതുപക്ഷം നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കൗമിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞവരെ ചെറുതാക്കാൻ ശ്രമിച്ചു. ആ രീതിയിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്ന് പറഞ്ഞു വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു. UDF സ്ഥാനാർത്ഥിയാണ്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെയൊന്നും പറയാതെ മറ്റു ചില രീതികളിൽ പ്രചരണം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ തയ്യാറായി. എന്തായാലും അവിടുത്തെ UDF സംവിധാനം, മുസ്ലിം ലീഗ് സംവിധാനം ഇവിടെ ഇത്തരത്തിലുള്ള ആ പ്രചരണങ്ങളെയൊക്കെ അവർ തള്ളിക്കളഞ്ഞു. അതിനെയൊക്കെ അതിജീവിച്ച് ഉജ്ജ്വല വിജയം അവിടെ കരസ്ഥമാക്കി ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. എന്നാൽ ഇവിടെ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു പണി മറ്റൊരു സ്ഥലത്ത് കിട്ടി. അത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. 1,99,960 വോട്ട് ഈ തവനൂർ മണ്ഡലത്തിലുണ്ട്. അവിടെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54%. ഈ മുസ്ലിം വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് KT ജലീലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. KT ജലീൽ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മറുപടി പറയാൻ CPIM നിയോഗിച്ചിരുന്നത് KT ജലീലിനെയാണ്. അതായത് മതത്തിൽ ഇടപെടുക. അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിണറായി വിജയന് നീണ്ട പ്രസംഗങ്ങളൊക്കെ നടത്താൻ KT ജലീലിന്റെ സഹായം ആവശ്യമായിരുന്നു. ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സമസ്തയുടെ ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ AP സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ പിണറായി വിജയൻ ഇവിടെ SSF പരിപാടിയുമായി ബന്ധപ്പെട്ട്, കാന്തപുരം AP ഗ്രൂപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ പല സ്ഥലത്തും പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ആ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ KT ജലീലിന്റെ സഹായത്തോടു കൂടിയാണ് പിണറായി വിജയൻ അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ എഴുതി കൊടുത്തത് വായിച്ചിരുന്നത്. അങ്ങനെ KT ജലീലിന്റെ സഹായത്തോടുകൂടെ പല നീക്കങ്ങളും ഇടതുപക്ഷം നടത്തി KT ജലീലിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഈ 1,99,960 വോട്ടുള്ള തവനൂർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 1,60,000-ൽ പരം വോട്ടുകളാണ്. ഇവിടെ 14,000-ൽ പരം വോട്ടുകൾക്ക് KT ജലീൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് കൗമിലെ കുട്ടി ശരിക്കും പറഞ്ഞാൽ തോറ്റത് തവനൂരാണ്. കൗമിലെ കുട്ടി എന്ന് പറഞ്ഞ് CPM ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ വിജയിപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ CPM-ന്റെ ലക്ഷ്യം. അത് അവിടെ തിരിച്ചടിച്ചു. അവിടെ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. മറ്റൊരു മണ്ഡലത്തിൽ നല്ല പണിയും കിട്ടി. മുസ്ലിം വോട്ടുകൾ ഉള്ള സ്ഥലത്ത് മലപ്പുറത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടുള്ള KT ജലീലിനെ പരാജയപ്പെടുത്തി VS ജോയിയെ, കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയെ മലപ്പുറത്തുകാർ വിജയിപ്പിച്ചു. ഇതാണ് മലപ്പുറത്തിന്റെ രീതി. മതം നോക്കിയല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടെ മലപ്പുറത്തെ തവനൂരിലെ വോട്ടർമാർ അവരുടെ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചു. നേരത്തെ AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. മലപ്പുറത്ത് ആര് വന്നാലും UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ, UDF പ്രവർത്തകരാണെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടാതെ രാഷ്ട്രീയം നോക്കി, മതം നോക്കാതെ വോട്ട് ചെയ്യുമെന്നവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അത് ഇവിടെ വേണ്ടപ്പെട്ട ആളുകളെ മലപ്പുറത്തുകാർ ഒന്ന് ഓർമ്മിപ്പിച്ചു. കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. കൗമിലെ കുട്ടി എന്ന് ആ പരാമർശം നടത്തിയതിന് പണി കിട്ടിയത്, മറുപടി കിട്ടിയത് ഇവിടെ തവനൂരിലാണ്, മലപ്പുറത്താണ്. ചക്കിന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ കൊക്കിന് കൊണ്ടിരിക്കുന്നു.